ഇതൊരു സ്പെഷ്യൽ ദോശയാട്ടോ. ഇത് നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും ചമ്മന്തിയോ സാമ്പാറോ ഒന്നും ഇല്ലെങ്കിലും ഇതിങ്ങനെ വെറുങ്ങനെ നമ്മൾ കഴിക്കാൻ പറ്റും. നല്ല രസമാണ്. ഇത് തമിഴ്നാട്ടിലേക്ക് ഒരു സ്പെഷ്യലാട്ടോ, പൂണ്ടുകാര ദോശ എന്ന് പറയും. അപ്പം എന്താ പറയുക, നമുക്കിതിനിപ്പം വളരെ സാധാരണ ദോശമാവ് തന്നെയാണ് വേണ്ടത്. അപ്പം അതിൽ നമുക്ക് മസാലയായിട്ട് നമ്മൾ ചേർക്കുന്നത് കുറച്ച് വെള്ളുള്ളി അത്യാവശ്യം വേണം കേട്ടോ. ഒരു 5-8 വലിയ വെള്ളുള്ളി ഇടുക. പിന്നെ ഒരു അരക്കഷ്ണം സവാള ഇടുക. ഒരു മീഡിയം സവാള അരക്കഷ്ണം. ചെറിയ സവാളയൊക്കെ ആണെങ്കിൽ ഒന്ന് ഫുൾ ഇട്ടാൽ മതി. എന്നിട്ട് ഇതിലേക്ക് നമ്മൾക്ക് വേണ്ട ഒരു സ്പൈസി എത്ര എരിവ് വേണമെന്നൊക്കെ അനുസരിച്ചിട്ട്, ഇപ്പോൾ ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ടത്, അത് കുറച്ചിടുക. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇടുക. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. മിസ്സായി പോയത് ആ വീഡിയോ ഒന്ന്. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് അരച്ചെടുക്കുക. ക്രീമായിട്ട് നല്ല ക്രീം പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് സാധാരണ നമ്മൾ ദോശ തന്നെ അതിങ്ങനെ പരത്തി കൊടുക്കുക. പരത്തിയിട്ട് എന്താ പറയുക, ഒരു ശകലം ഒന്ന് ആവുമല്ലോ, പരത്തി ഉടനെ അല്ല, ഒത്തിരി ഇത് മാറുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ച ഈ സംഭവം ഉണ്ടല്ലോ, ഈ മിക്സ് ഇതിലേക്കൊന്ന് തേച്ച് കൊടുക്കുക. നല്ലോണം പുരട്ടി കൊടുക്കുക കേട്ടോ. അത് ദോശ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ പുരട്ടി കൊടുക്കുക. നല്ല രസമുള്ള സാധനം കേട്ടോ ഇത്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നല്ല ടേസ്റ്റായത്. എന്നിട്ട് നമ്മളിത് പുരട്ടി ഫുള്ള് എല്ലാം മിക്സ് ചെയ്തിട്ട് പുരട്ടി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക എല്ലായിടത്തും. അപ്പോൾ ഇതിൽ ഞാൻ അരച്ചപ്പം ഈ ചെറിയ കഷ്ണം ഉള്ളിയും ഒക്കെ കിടക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ചെയ്യേണ്ടത്, അതും മിസ്സായിട്ടോ, ഒരു സ്പൂണ് വെളിച്ചെണ്ണ നല്ലോണം തേച്ച് കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ നല്ലോണം നമ്മൾ തേച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ മറച്ചിടുക. അപ്പോൾ അത് മിസ്സാക്കരുത്. ആ സാധനം നമ്മളെ പേസ്റ്റ് തേച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ട് ദോശേൻ്റെ മുകളിൽ പരത്തി കൊടുക്കണം. എന്നിട്ട് നമ്മൾ മറച്ചിട്ടിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക, കുറച്ച് നേരം ഒന്ന് വേവാൻ വെക്കണം കേട്ടോ. കാരണം ആ മസാല ഒന്ന് വേവണമല്ലോ, അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറണം. പിന്നെ എന്ന് വെച്ചാൽ ആ മസാല നമ്മൾ അരച്ചത് ഇതിലാണല്ലോ, മറ്റേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അരച്ചത് കൊണ്ട് അത് ഓൾമോസ്റ്റ് സെറ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ പക്ഷേ എന്നാലും നമ്മളിത് മറച്ചിട്ടിട്ട് കുറച്ച് നേരം വെച്ചിട്ട് അതിൻ്റെ വേവ് നല്ലോണം ഒന്ന് ആയി കിട്ടിയിട്ടാണ് നമ്മൾ തിരിച്ചെടുക്കാൻ പാടും കേട്ടോ. പിന്നെ തിരിച്ച് നമ്മൾ മറച്ചിടണമെന്നില്ല, നേരെ നമ്മളെ പ്ലേറ്റിലേക്ക് ഇട്ടാലും മതി കേട്ടോ. നല്ല ടേസ്റ്റുള്ള സാധനമാണ്, നമ്മൾ വിചാരിക്കാത്ത ടേസ്റ്റുള്ള സാധനം കേട്ടോ. എനിക്കിപ്പോൾ റീസെൻ്റ്ലി ഞാൻ കഴിച്ചതിലേക്ക് ദോശ ഭയങ്കര ഇഷ്ടമായ സാധനമാണ്. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ചമ്മന്തി ഉണ്ടാക്കി എടുക്കാം, പക്ഷേ ചമ്മന്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ചമ്മന്തിയൊക്കെ അരച്ചെങ്കിലും കൂടിയിട്ട് വെറുങ്ങനെയാണ് ഇങ്ങനെ നമ്മൾ കഴിച്ചത്. ചമ്മന്തി അരച്ചു എന്നേ ഉള്ളൂ. വെറുങ്ങനെ നല്ല രസമാട്ടോ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതാട്ടോ ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ മസാല പുരട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ കണ്ടോ ഇങ്ങനെയൊന്ന് ഫുള്ളൊന്ന് തേച്ച് കൊടുക്കണം കേട്ടോ. കുറേ വെളിച്ചെണ്ണ വേണ്ട, ഒന്ന് മതി. ഒരു സ്പൂണോ 1.5 സ്പൂണൊക്കെ തേച്ചെടുത്താൽ മതി. നമ്മൾക്ക് ഇതിൻ്റെ ചട്ടി എന്ന് പറഞ്ഞാൽ വലിയ ചട്ടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ വലിയ ചട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ദോശയും വലുതാണ്. അതുകൊണ്ടാണ് ഞാനൊരു 1.5 സ്പൂണ് തേച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.